കാനഡയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ ആളുകളെ നിലനിർത്താൻ രാജ്യത്തിന്റെ കുടിയേറ്റ നയം പര്യാപ്തമാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു. അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ കാനഡ സ്വയം പ്രതിരോധിക്കുന്ന ഈ സമയത്താണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കാനഡയിൽ സ്ഥിരതാമസമാക്കിയ ശേഷം 5 വർഷത്തിനുള്ളിൽ നാടുവിട്ടു പോകുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് ഉയർന്ന വിദ്യാഭ്യാസവും വൈദഗ്ധ്യവുമുള്ള കുടിയേറ്റക്കാരാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കനേഡിയൻ സിറ്റിസൺഷിപ്പ് കാനഡ തയ്യാറാക്കിയ പുതിയ റിപ്പോർട്ട് പറയുന്നു. ദി ലീക്കി ബക്കറ്റ് 2025 എന്ന് പേരിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ട് പ്രകാരം സ്ഥിര താമസാനുമതി ലഭിച്ചവരിൽ 5-ൽ 1 കാനഡ വിട്ടു പോകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ ആശങ്കയുളവാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറേറ്റ് ബിരുദമുള്ളവർക്ക് ബാച്ചിലർ ബിരുദമുള്ളവരെ അപേക്ഷിച്ച് കാനഡ വിട്ടുപോകാനുള്ള സാധ്യത ഇരട്ടിയാകുന്നു എന്നതാണ്. വരുമാനം കൂടാൻ സാധ്യതയില്ലാത്തതിനാൽ തൊഴിൽ സാധ്യതകൾ അന്വേഷിക്കുന്ന കുടിയേറ്റക്കാരിൽ ഈ സാധ്യത 3 ഇരട്ടിയായി കൂടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡാനിയൽ ബെർഹാർഡ് പറയുന്നതനുസരിച്ച് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ ആളുകൾ കാനഡ വിടാനുള്ള തീരുമാനം വേഗത്തിൽ എടുക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഇത് കാനഡയുടെ നിലവിലെ സാമ്പത്തിക വെല്ലുവിളിയെ മറികടക്കാനുള്ള ശേഷി കുറയ്ക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്ക അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള കാനഡയുടെ കയറ്റുമതി അടുത്ത 10 വർഷത്തിൽ ഇരട്ടിയാക്കണമെന്ന ലക്ഷ്യം പ്രധാനമന്ത്രി മാർക്ക് കാർണി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിച്ച പരിചയസമ്പത്തുള്ള കുടിയേറ്റക്കാരെ നഷ്ടപ്പെടുന്നത് കാനഡയുടെ വ്യാപാര വൈവിധ്യവൽക്കരണ ലക്ഷ്യങ്ങളെ ബാധിക്കുമെന്ന് ബെർഹാർഡ് പറയുന്നു. മറ്റ് രാജ്യങ്ങളിൽ റെയിൽവേ, അടിസ്ഥാന സൗകര്യങ്ങൾ, പാർപ്പിട പദ്ധതികൾ എന്നിവ നിർമ്മിച്ചവരാണിവർ. അവിടെ നമ്മളെക്കാൾ മികച്ച രീതിയിൽ, വേഗത്തിൽ, കുറഞ്ഞ ചെലവിൽ അവർ ഇത് ചെയ്യുന്നു. നമ്മൾ പിന്നോക്കം നിൽക്കുന്നത് പരിഹരിക്കാൻ സഹായിക്കാൻ കഴിയുന്നവരാണ് ഇക്കൂട്ടർ. നമ്മൾ ഈ ആളുകളെ നഷ്ടപ്പെടുത്തുമ്പോൾ കാനഡയുടെ വിജയത്തിന് സഹായിക്കുന്ന നിർണായക വൈദഗ്ധ്യം നമുക്ക് നഷ്ടപ്പെടുന്നുവെന്നും ബെർഹാർഡ് CCTV ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. കാനഡയുടെ 2025 പാർലമെന്റിനുള്ള ഇമിഗ്രേഷൻ വാർഷിക റിപ്പോർട്ടിൽ അടുത്ത 3 വർഷത്തേക്ക്, അതായത് 2028 വരെ സ്ഥിരതാമസക്കാരുടെ എണ്ണം 3,80,000 നിലനിർത്താൻ ഫെഡറൽ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. നിലവിലെ കുടിയേറ്റക്കാരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണെങ്കിൽ 2031 ആകുമ്പോഴേക്കും 20,241 കുടിയേറ്റക്കാർ കാനഡ വിട്ടുപോകുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവചിക്കുന്നു. ബിസിനസ്, ഫിനാൻസ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ മാനേജ്മെന്റ്, മാനുഫാക്ചറിംഗ് ആൻഡ് പ്രോസസിംഗ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലാണ് ഏറ്റവും വേഗത്തിൽ വളരുന്നതും എന്നാൽ കുടിയേറ്റക്കാരെ നിലനിർത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ തൊഴിൽ മേഖലകളാണ് ഇതെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു. ICCയുടെ കണക്കുകൾ പ്രകാരം പരിചയസമ്പന്നരായ മാനേജർമാരും എക്സിക്യൂട്ടീവുകളും എല്ലാ കുടിയേറ്റക്കാരെയും അപേക്ഷിച്ച് 193% കൂടുതലുള്ള നിരക്കിലാണ് പോകുന്നത്. കുടിയേറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകർ 36% കൂടുതലുള്ള നിരക്കിലാണ് രാജ്യം വിടുന്നത്. ഈ കണക്കുകൾ തയ്യാറാക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ ലോഞ്ചിറ്റ്യൂഡിൽ ഡാറ്റാബേസ് ഉപയോഗിക്കുകയും ചെയ്തുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് കുടിയേറ്റ ഡാറ്റയെ വ്യക്തിഗത നികുതി ഡാറ്റയുമായി ബന്ധിപ്പിക്കുന്നു. 1982 2020 ഇടയിൽ സ്ഥിര താമസാനുമതി ലഭിച്ചവരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും കാനഡയിൽ എത്തിയ ശേഷം കുറഞ്ഞത് 1 തവണയെങ്കിലും നികുതി ഫയൽ ചെയ്തവരുമായ സ്ഥിരതാമസക്കാരെയും ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡാറ്റയിൽ കാണിക്കുന്ന പുതിയ കുടിയേറ്റക്കാരിൽ 60%-ലധികം പേരും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. ഈ കണക്കുകൾ കാണിക്കുന്നത് കുടിയേറ്റക്കാരുടെ കൊഴിഞ്ഞുപോക്ക് എന്ന പ്രവണത കഴിഞ്ഞ 40 വർഷമായി കുറഞ്ഞിട്ടില്ല എന്നതാണ്. ഇതിനൊരു പ്രതിരോധ തന്ത്രം വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് ബെർഹാർഡ് പറയുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാത്തവർക്ക് വേണ്ടിയുള്ള കുടിയേറ്റ സേവനങ്ങൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർ ഉപയോഗിക്കുന്നതിലുള്ള ഒരു വാദവും നിലനിൽക്കുന്നുണ്ട്.